പകുതി വില തട്ടിപ്പ് അത് കേരളത്തിലെമ്പാടും ഓരോ നിമിഷവും പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അത്തരമൊരു തട്ടിപ്പ് കൊല്ലത്ത് നടന്നു. ചവറ പോലീസ് സ്റ്റേഷനിൽ 50 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 50 കേസുകൾ 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇപ്പോൾ ഓച്ചിറയിൽ സമാന രീതിയിലുള്ള വലിയ തട്ടിപ്പ് നടന്നുവെന്ന് ആ പദ്ധതിയുടെ ഭാഗമായി ഇതിന്റെ കോർഡിനേറ്റർ കൂടിയായിരുന്ന മുഹമ്മദ് നൌഫലാണ്. നൌഫൽ, സ്വാഭാവികമായും നിങ്ങൾ അറിയാതെ ഒരു തട്ടിപ്പിന് വിധേയമാക്കപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മെയ് മുതലാണ് ഈ തട്ടിപ്പ് തുടങ്ങുകയും ചെയ്തത്. എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഇതിലൊരു വിശ്വാസം ഉണ്ടാവുന്നത്? ആദ്യഘട്ടത്തിൽ വിശ്വാസം ഉണ്ടാകും. ഞാൻ ഇതിലേക്ക് വന്നത് തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ആലപ്പുഴ സ്വദേശി SD ബേബി എന്ന് പറയുന്ന അദ്ദേഹം ഇതിന്റെ ജില്ലാ പ്രൊമോട്ടർ ആയിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ എന്റെ ഒരു തിരക്ക് കാരണം ഞാൻ പറഞ്ഞു എനിക്കിത് പറ്റൂല, എന്നെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് പലതവണ ഞാൻ ഒഴിവായി. പക്ഷെ അവസാനം പിന്നീട് വിളിച്ചിട്ട് പറയുന്നത് കൊല്ലം ജില്ലയുടെ ചാർജ് ഏറ്റെടുക്കാൻ പത്തനാപുരത്തുള്ള ഒരു ഗീത എന്ന് പറയുന്ന ലേഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ജില്ലയുടെ കാര്യം നോക്കിക്കോളും, ഓച്ചിറയുടെ കാര്യം ഞാനൊന്ന് നോക്കണം. ഇത് സാമ്പത്തിക കാര്യം ആയതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നൌഫലിന് എനിക്ക് അത്രയും വിശ്വാസം ആയതുകൊണ്ടാണ്. അപ്പോഴും ഞാൻ ഒഴിവായി പറഞ്ഞതാണ്. പക്ഷെ നിർബന്ധിച്ച അവസാനം ഞാൻ പിന്നെ രജിസ്റ്റർ ചെയ്യും. എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യായിരുന്നു. രജിസ്റ്റർ ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മെയ് മാസത്തിൽ തയ്യൽ മെഷീന്റെ പ്രോജക്റ്റ് വരാം. തയ്യൽ മെഷീന്റെ പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഇത് ഒന്ന് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതനുസരിച്ച് ഈ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയ സർക്കുലർ ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ ഗ്രൂപ്പുകളിലിടുന്നു. അങ്ങനെ കുറച്ച് പേർ എന്നെ വിളിക്കുന്നു, മെമ്പർഷിപ്പ് എടുക്കുന്നു. 256 പേര് വിവിധ മോഡൽ തയ്യൽ മെഷീനുകളായിട്ട് പൈസ അടയ്ക്കുന്നു. 42 പേര് മോട്ടറിന് പൈസ അടയ്ക്കുന്നു. ഇത് 1.5 മാസം പറഞ്ഞു. ഈ 1.5 മാസം ആവാറായപ്പോൾ ആളുകൾ ചോദ്യം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറെ തടസ്സങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഓഗസ്റ്റ് മാസം 2-ാം തീയതി എനിക്ക് സാധനങ്ങൾ ഇറക്കി തന്നു. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. ഉഷ കമ്പനിയുടെ സ്റ്റാഫ് എത്തുന്നു. അത് അസംബിൾ ചെയ്ത് നമ്മൾ ഓഗസ്റ്റ് 8-ാം തീയതി വിതരണം ചെയ്യുന്നു. ഇതിനിടയ്ക്ക് പത്തനാപുരത്ത് വെച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ജില്ലയുടെ വിതരണോദ്ഘാടനം എന്നുള്ള രീതിയിൽ അതിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഷീബ മാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ജൂലൈ മാസം 26-ാം തീയതി നടന്ന 26-27 തീയതികളിൽ നടന്ന സോഷ്യൽ ഇന്നോവേഷൻ സമ്മിറ്റ് 2024 എന്ന പേരിൽ എറണാകുളം ലേമർഡിയനിൽ വെച്ച് ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. ഞാൻ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേയ്മെന്റ് എല്ലാം അവർ ചെയ്യുന്ന പറഞ്ഞിട്ടാണ് പങ്കെടുത്തത്. ആ 2 ദിവസം പങ്കെടുത്തു. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ക്ലാസുകൾ നയിച്ചു. അപ്പോൾ ഈ CSR ഫണ്ട് എന്നുള്ളത് ആധികാരികമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടാണ്. അപ്പോൾ 3 വർഷം പ്രവൃത്തി പരിചയമുള്ള കൃത്യമായ ഡേറ്റാസ് നൽകുന്ന പ്രവൃത്തിയുടെ വിവരങ്ങൾ കൃത്യമായി ഷെയർ ചെയ്യാൻ കഴിയുന്ന രേഖകളുള്ള സംഘടനകൾക്ക് ഇത് കിട്ടും എന്നുള്ള രീതിയിൽ നിഖിൽ പന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ നിഖിൽ പന്ത്, ശിവൻ അമ്പാട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖരായവർ ക്ലാസുകൾ നയിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് വിശ്വസിക്കുന്നു. ആദ്യഘട്ടത്തിൽ അടച്ചവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ നൽകി. ആദ്യഘട്ടത്തിൽ മാത്രമല്ല, ഇതിനിടയ്ക്ക് സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് നൽകുന്നു. അത് ലോക്കൽ പർച്ചേസ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഒരു സൗഹൃദം വെച്ച് നമ്മൾ ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സാധനം എടുക്കാറുള്ള ഷോപ്പിൽ കോൺടാക്ട് ചെയ്യുന്നു. അപ്പൊ അവര് ഹോൾസെയിൽ റേറ്റിൽ നൽകാമെന്ന് പറയുന്നത് അതനുസരിച്ച് എസ്റ്റിമേറ്റ് എടുത്ത് അവർക്ക് കൊടുക്കുന്നു. 1000 രൂപ വീതം ഗുണഭോക്തൃ വിഹിതം അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുന്നു. ശേഷം അവർ ഫുൾ എമൗണ്ട് ആയിട്ട് ഷോപ്പിലേക്ക് അടയ്ക്കുന്നു. നമ്മൾ സാധനം അവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്ന രീതി. പരിപാടിയിൽ ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്തെ ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ശ്രമം അനുദിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതെ, ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ ഓരോരുത്തരെയും സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനകത്ത് അന്നേരം നമ്മൾ പ്രചരണം വ്യാപിപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രചരണമായി ഈ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് കൂടുതൽ എടുത്താൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയുടെ നിലനിൽപ്പുള്ളൂ. മീൻസ് നമുക്കിപ്പോൾ കറണ്ട് ചാർജ് കൊടുക്കണം, വാടക കൊടുക്കണം. ഇതൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ റൺ ചെയ്ത് പോവുള്ളൂ എന്ന് പറഞ്ഞ അനുസരിച്ച്. അതുപോലെ നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ചെലവ് ഇപ്പോൾ തൽക്കാലം അതിനകത്തുനിന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ തയ്യൽ മെഷീന്റെ വിതരണത്തിനായാലും അവരതിനുശേഷം ചെലവായ തുക അവർക്ക് നൽകാമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അതൊന്നും തന്നിട്ടില്ല. ഇതുവരെ എത്ര പേരുടെ കയ്യിൽ നിന്ന് പല രീതിയിൽ പണം എത്ര അനുദൂന് നൽകിയിട്ടുണ്ട്? ആദ്യത്തെ നൽകിയ പ്രോജക്റ്റുകൾ ഒഴിവാക്കിയാൽ ഇനി കിട്ടാനുള്ളത് 65 പേർക്കുള്ള ഹോം അപ്ലയൻസസിന്റെ തുകയുണ്ട്. ഏകദേശം അത് 17 ലക്ഷത്തിനകത്തുണ്ടാവും. അതുപോലെ 2 വീലറിന്റെ പ്രോജക്റ്റിൽ ആകെ 118 പേരാണ് നമുക്ക് അടച്ചത്. അതിൽ നമ്മുടെ സൊസൈറ്റിയിൽ അടച്ചവർക്കുള്ള പൈസ തിരികെ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ആ പൈസ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള 24 പേരുടെ കൊടുത്ത ഒഴിവാക്കിയാൽ ബാക്കിയുള്ള 94 പേർക്കുള്ള 2 വീലറിൻ്റെതുണ്ട്. ഏകദേശം 54 ലക്ഷത്തോളം രൂപ വരും. പിന്നീട് ഹോം അപ്ലയൻസസിന്റെ പ്രോജക്റ്റ് 65 പേർക്കായിട്ടാണ്. അതുപോലെ ലാപ്ടോപ്പിന്റെ പ്രോജക്റ്റ് 27 പേർക്കായിട്ടുള്ള ഏകദേശം 8.5 ലക്ഷം രൂപ എടുത്ത 4 ലക്ഷം രൂപയോളം വരുന്നത് 36 പേർക്കുള്ള മൊബൈൽ ഫോണിന്റെ. ഇത്രയും സാധനങ്ങളാണ്. ഇത് ഈ അവസാനം പറഞ്ഞത് നമ്മുടെ ഡേറ്റ് എത്തിയില്ലെങ്കിലും
ഡിസംബർ 31 മുമ്പാണ് ഹോം അപ്ലയൻസസ് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇതെല്ലാം ഓൺലൈൻ പോർട്ടലിൽ കൂടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസാനം വന്നപ്പോൾ ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോം അപ്ലയൻസസിന്റെ സ്ഥാപനത്തിലേക്ക് ഡേറ്റ് കൊടുത്തോളാൻ പറഞ്ഞു. പേയ്മെന്റ് ഷെഡ്യൂൾ അയച്ചു തരാം, അതനുസരിച്ച് ഡെലിവറി ഡേറ്റ് തീരുമാനിച്ചോളാൻ പറയുന്നു. ഇതിനകത്തുള്ള വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കുന്നു. കുറച്ച് പേരുടെ ഡേറ്റ് കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ അത് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ ടെക്നിക്കൽ ടീമിനോട് പറയുന്നു. ഞാനത് പരിശോധിച്ച് എന്താണെന്നുള്ള വിവരം അവർക്ക് തിരിച്ചു കൈമാറുന്നു. അപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി അത് പരിഹരിക്കാം. 5-ാം തീയതിയോടുകൂടി ഹോം അപ്ലയൻസസിന്റെ പേയ്മെന്റ് തരാം. പിന്നെ ഫെബ്രുവരി 5. ഫെബ്രുവരി 5ഓടുകൂടി അതിന്റെ പേയ്മെന്റ് അവർക്ക് അയക്കാം. അതനുസരിച്ച് അവർ ചെയ്തോളും. പിന്നീട് ലാപ്ടോപ്പ് HP ഗോഡൌണിൽ 10,000 എണ്ണം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 31-ാം തീയതി നടക്കുന്ന മീറ്റിംഗ് കഴിഞ്ഞാൽ 6 മണിയോടുകൂടി HP പ്രതിനിധിയായിട്ട് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പിന്റെ വിതരണത്തിലേക്ക് കടക്കാം. ഈ ഫെബ്രുവരിയിൽ ആദ്യത്തെ ആഴ്ച ലാപ്ടോപ്പും മൊബൈൽ ഫോണും വിതരണം ചെയ്യാം. അതുപോലെ കിറ്റ്, ഗ്രോസറി കിറ്റ് 31 പേര് 3,000 രൂപ വെച്ച് അടച്ചിട്ടുണ്ട്. അവർക്ക് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച 8-ാം തീയതിക്ക് മുമ്പായിട്ട് വിതരണം ചെയ്യാം. പിന്നെ എന്തിനാ പറയുന്നത്, 2 വീലറിന് കൊല്ലം ജില്ലയുടെ പരിപാടി കരുനാഗപ്പള്ളിയിൽ വെച്ച് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ പറഞ്ഞതനുസരിച്ച് ഞാനും ചവറ സീഡിന്റെ സെക്രട്ടറി ഉൾപ്പെടെ പോയി കരുനാഗപ്പള്ളിയിലെ ശ്രീധരിയം കൺവെൻഷൻ സെന്ററിൽ റേറ്റ് ചോദിച്ചു ബുക്ക് ചെയ്യുക വരെ ചെയ്യുന്ന. അന്ന് അഡ്വാൻസ് അടച്ചില്ല എന്ന് മാത്രമാണ്. കൊല്ലം ജില്ലയുടെ പരിപാടി വലിയ ഓഡിറ്റോറിയമായ ശ്രീധരിയത്തിലേക്ക് അടക്കം നിശ്ചയിച്ച് ഡേറ്റ് വരെ തീരുമാനിച്ച് ഫെബ്രുവരി 15-ാം തീയതി. ഉദ്ഘാടനം ഒന്നും തീരുമാനിച്ചില്ല. അപ്പോൾ ഹോള് ഫിക്സ് ചെയ്ത് പറ, ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ. അതിനുവേണ്ടി ഒരിക്കലും ഈ കൊല്ലത്തെത്തിയിട്ടില്ല. നമ്മുടെ ലാപ്ടോപ്പിന്റെ വിതരണത്തിന് അല്ലെങ്കിൽ തയ്യൽ മെഷീന്റെ വിതരണത്തിന് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സമയമായപ്പോൾ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞതനുസരിച്ച് ചെയർപേഴ്സണ്, വൈസ് ചെയർപേഴ്സണ്, സെക്രട്ടറി 3 പേരുമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനുശേഷം ലാസ്റ്റ് മീറ്റിംഗിൽ നമ്മളോട് പറഞ്ഞു ഫെബ്രുവരി 7-ാം തീയതിക്ക് ശേഷം എല്ലാ ജില്ലകളിലെയും പ്രതിനിധികളുമായിട്ട് നമുക്ക് എല്ലാ ജില്ലകളിലേക്ക് വന്ന് മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം. ഇതിനകത്തൊരു സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓണറേറിയം തരാമെന്ന് അടുത്ത് പറഞ്ഞിരുന്നു. 5,000 രൂപ ഓണറേറിയം തരാം. ഞാൻ ആക്ച്വലി നമ്മളെ കൂടെ ഉള്ളവരോ ഓണറേറിയം പ്രതീക്ഷിച്ചല്ല, ഒരു സേവനത്തിനുള്ള സാഹചര്യം മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ തരുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അവസാനം പിന്നീട് ഞങ്ങളോട് പറഞ്ഞു സീഡ് നമ്മൾ മെമ്പർഷിപ്പിന് വാങ്ങിച്ച തുകയിൽ നിന്നും നിങ്ങൾക്ക് ആ 5,000 രൂപ എടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ? അതെ, ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്നെ അറിയാവുന്ന പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. നൗഫലിനെ ഞങ്ങൾക്ക് അറിയാം, നൗഫൽ നിൽക്കൂലെന്ന് അറിയാം, ഞങ്ങളുടെ പൈസ പൊക്കോട്ടെ, കുഴപ്പമില്ല, ടെൻഷൻ അടിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലർ വിളിച്ച് ഭീഷണിപ്പെടും. നൗഫലിനെ ഇപ്പൊ കാണുമ്പോൾ പോലും ആ ടെൻഷൻ മുഖത്തുണ്ട്. അതെ, തീർച്ചയായിട്ടും. എന്റെ വെയിറ്റ് നോക്കിയാൽ ഇപ്പൊ നന്നായിട്ട് കുറച്ചിട്ടുണ്ടാവും. അത്യാവശ്യം ക്ലാസ്സുകളുമായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ. ഇപ്പം ഈ അനന്തുവിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അനന്തു എന്താണ് പരാതി? എന്താണ്? ചെയർപേഴ്സൺ ഷീബ സുരേഷ്, ഇവർക്ക് 2 പേർക്കെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത്. ഈ ഇത്രയും പേരുടെ പൈസ നഷ്ടപ്പെട്ടതിൽ പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പരാതി കൊടുത്തത്. ACPക്കാണ് പരാതി കൊടുത്തത്. ക്ലാരിറ്റിയോട് ചോദിച്ചേ, ഇവർ പൈസ നിങ്ങൾക്കാണോ നൽകുന്നത് അതോ ഡയറക്റ്റ് അക്കൗണ്ടിലേക്കാണോ, ഈ അനന്തുവിന്റെ അക്കൗണ്ടിലേക്കാണോ? അനന്തുവിന്റെ അക്കൗണ്ടിലേക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഓൺലൈൻ പോർട്ടൽ മുഖാന്തരമാണ്. അപ്പൊ ഇവര് 3-4 സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ആദ്യം ഇവരുടെ സുതാര്യമായിരുന്നു. അതെ, ഞാനിപ്പോ എന്റെ കയ്യിൽ ആ പോർട്ടൽ വരെ ആക്സസ് ചെയ്യാനുള്ള സംഭവം എന്റെ കയ്യിലുണ്ട്. ഞാനത് കാണിക്കാം. അപ്പോൾ ഇതില് ഓരോ സ്റ്റെപ്പ് ഇപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഞാനത് ക്ലോസ് ചെയ്യാണ്. കാരണം അതിനകത്ത് അവരുടെ പേഴ്സണൽ ഡേറ്റാസ് ഉള്ളത് കൊണ്ടാണ്. ബാക്ക് അടിച്ച് നെറ്റിന്റെ ഒരു ശോകമാണ്, അതുകൊണ്ടാണ് ബാക്ക് പോകാത്തത്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രൊഫൈല് നമുക്കിങ്ങനെ നോക്കിയാൽ, ഇപ്പോൾ ഇതിന്റെ ലാപ്ടോപ്പിന്റെ പ്രോജക്റ്റ് ആണെങ്കിൽ അത് നോക്കിയാൽ അതിനകത്ത് തന്നെ അപ്രൂവ്ഡ് ലിസ്റ്റ് ഉണ്ട്, റിജക്റ്റഡ് ഉണ്ട്, പെൻഡിംഗ് ഉണ്ട്, ഡെലിവേർഡ് ഉണ്ട്. അതായത് കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവേർഡിനകത്ത് വരും, നമ്മൾ അപ്രൂവ് ചെയ്തില്ലെങ്കിൽ പെൻഡിങ്ങിനകത്ത് വരും, എന്തെങ്കിലും കാരണവശാൽ റിജക്റ്റഡ് ആണെങ്കിൽ അത് വരും. അപ്പോൾ അപ്രൂവ്ഡ് ലിസ്റ്റ് നോക്കിയാൽ നമ്മളതിനകത്ത് 27 പേരുണ്ട്. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ, അവർ പൈസ അടച്ചതിന്റെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, പൈസ അടച്ച UTR നമ്പർ ഉണ്ട്, അവരുടെ പേരുണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്, അവരടച്ച ഡേറ്റ് ഉണ്ട്, ജില്ല, ഏത് മോഡലിനാണോ അടച്ചത്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതുണ്ട്. ഇത് വെരിഫൈ ചെയ്ത് നമ്മൾ അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്. ഓരോ പ്രോജക്റ്റും ഇങ്ങനെയാണ്. ഇതിനകത്ത് കേട്ട ഈ വമ്പൻ പേരുകൾ, അതായത് വിശ്വാസമുള്ള, സമൂഹത്തിൽ വിശ്വാസമുള്ളവരുടെ പേരുകൾ, അത് എപ്പോഴെങ്കിലും നൗഫൽ കേട്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ മെയിനായിട്ട് കേട്ടത് ഈ ബേബി എന്ന് പറയുന്ന കക്ഷി എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ കേട്ടത് നാഷണൽ NGO കോൺഫെഡറേഷന്റെ കോർഡിനേറ്ററും സെക്രട്ടറിയുമാണ് അനന്തു കൃഷ്ണൻ. പിന്നെ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സത്യസായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ
ആനന്ദകുമാർ സാറെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഇമേജ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത് സുതാര്യമാണ് എന്ന് മാത്രമല്ല, പല ഫോട്ടോസും പലയിടത്തും പരിപാടികൾ നടക്കുന്ന വണ്ടി ഉൾപ്പെടെ ഡെലിവറി ചെയ്യുന്ന ഫോട്ടോസിനകത്ത് ആനന്ദകുമാർ സാറിന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ ഇന്ന് കണ്ട ന്യൂസിനകത്ത് പറയുന്നു അദ്ദേഹം രാജിവെച്ചിട്ട് 8 മാസമായി. അപ്പോൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൽ ഇത്രയും പ്രോജക്റ്റുകൾ ചെയ്തെടുത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിടത്ത് അദ്ദേഹം രാജിവെച്ചപ്പോൾ അതൊരു മീഡിയയിൽ കൂടി ഒന്ന് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പാവങ്ങൾ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇതിനകത്ത് കരുവാക്കപ്പെടത്തില്ലായിരുന്നു. അത് എനിക്ക് അദ്ദേഹത്തിനോട് ഇപ്പൊ തോന്നിയ ഒരു കാര്യമാണ്. അദ്ദേഹം 8 മാസം മുമ്പ് ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അത് ഇതുവരെയും ഒരു മീഡിയയിലും അദ്ദേഹം അതായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പുള്ളി മീഡിയാസിന് മുമ്പിൽ ഇത് പറയുന്നത്. അപ്പൊ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് കരുവാക്കപ്പെടുമായിരുന്നില്ല. നിയമത്തിന്റെ പോരാട്ടത്തിലേക്ക് തന്നെ കിടക്കുക. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഉൾപ്പെടെ പൈസ അടച്ചിട്ടുണ്ട്. ഞാൻ 2 വീലറിന് വേണ്ടി എന്റെ ഭാര്യയുടെ പേരിൽ 60,000 രൂപ അടച്ചിട്ടുണ്ട്. എന്റെ ഒരു കസിന് വേണ്ടിയിട്ട് ഹോം അപ്ലയൻസസിന് 30,000 അടച്ചിട്ടുണ്ട്. അപ്പൊ 90,000 രൂപ ആ രീതിയിൽ നഷ്ടപ്പെട്ട വ്യക്തി കൂടിയാണ് ഞാൻ. എന്റെ ബന്ധുക്കളുണ്ട്, തൊട്ട് അടുത്തുള്ള സുഹൃത്തുക്കളുണ്ട്. ഇതിനകത്ത് കമ്മിറ്റിയിലുള്ള ട്രഷറർ, സെക്രട്ടറി ഉൾപ്പെടെ പല പ്രോജക്റ്റിലും പൈസ അടച്ചവരാണ്. ഇതൊന്നും കിട്ടിയിട്ടുള്ളതുമല്ല. ഓരോ ജില്ലയിൽ എത്ര വീതം ആൾക്കാരാണ് നിങ്ങൾക്ക് കോർഡിനേറ്റർമാരായിട്ടുള്ളത്? ജില്ലയിൽ ഒരു കോർഡിനേറ്റർ, ഓരോ പഞ്ചായത്തിനും ഓരോ കോർഡിനേറ്റർ, ജില്ലയുടെ മുഴുവൻ കാര്യങ്ങൾക്ക് ഒരു കോർഡിനേറ്റർ, ഓരോ പഞ്ചായത്തിനും ഓരോ കോർഡിനേറ്റർ. ഈ പഞ്ചായത്ത് കോർഡിനേറ്റർമാരായിരിക്കും എക്സിക്യൂട്ടീവിലുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ 5,000 രൂപ ഓണറേറിയം തരാമെന്ന് പറഞ്ഞത് മെമ്പർഷിപ്പിന്റെ കാശിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ ഇന്നുവരെ പൈസ എടുത്തിട്ടില്ല. കാരണം നമുക്ക് ആ പേയ്മെന്റ് നോക്കിയിട്ടല്ല നമ്മൾ ഇതിനകത്ത് പ്രവർത്തിക്കാൻ നിന്നത്. അപ്പോൾ നമ്മുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ബോധ്യമാവും. ഇത്രയും നാളായിട്ട് നമ്മൾ 1 രൂപ പോലും അങ്ങനെ ഈ ഓണറേറിയത്തിന്റെ രീതി നമ്മൾ എഴുതിയെടുത്തിട്ടില്ല. നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ള പരിപാടി നടത്തിയപ്പോൾ ചിലവായ എക്സ്പെൻസുകൾ മാത്രം. ബാക്കിയെല്ലാം സുതാര്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായിട്ടുണ്ട്. പ്രോജക്ടിന്റെ 1 രൂപയും നമ്മൾ നമ്മുടെ അക്കൗണ്ടിലോ നമ്മുടെ കയ്യിലോ ക്യാഷായിട്ടോ വാങ്ങിയിട്ടില്ല. അതൊക്കെ ഒരു തരത്തിൽ അനുഗ്രഹമായി. പലരും എന്നോട് ഈ പ്രോജക്റ്റുകൾക്ക് അവർക്ക് ഗൂഗിൾ പേ ത്രൂ അയക്കാതെ പറ്റാതെ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് നൗഫലിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരട്ടെ. ഞാൻ ഒരു കാരണവശാലും ഞാൻ ആ പണിക്ക് നിൽക്കൂല, നിങ്ങൾ അയച്ചാൽ മതി എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ടും ഇപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം അതിൽ എന്റെ അക്കൗണ്ട് ത്രൂ പോയില്ലല്ലോ എന്നുള്ളത്. പക്ഷേ പലരും എന്നെ വിശ്വസിച്ചിട്ട് അവർക്ക് പൈസ ഇല്ലാത്തത് പലിശക്കെടുത്തും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ കരച്ചിൽ കാണുമ്പോൾ എന്റെ ഉള്ളിൽ നന്നായി പൊള്ളുന്നുണ്ട്. കാരണം ഞാൻ അതിനൊരു കാരണക്കാരനായി. ഒരു കാരണവശാലും ഞാൻ അവർക്ക് ഇല്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തതല്ല. ഇവർ തന്ന സർക്കുലറുകൾ മാത്രമേ ഞാൻ ഇവർക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളൂ. എങ്കിലും ഞാൻ കാരണം അത്രയും പേര് ബലിയാടായി എന്നുള്ളത് കൊണ്ട് അതിന്റെ ഒരു നീറ്റല്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റിംഗ് വിളിച്ച് മുഴുവൻ പേരോടുമായിട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഓർഗൻ വിറ്റയിലും കൊടുക്കാൻ പറ്റും. ഈ അവസാനമായി 29-ാം തീയതി എന്ത് പറയുന്നത്, എന്തായാലും കൂടെ നിന്നവർ പാലം വലിച്ചു എന്നാണ്. അതെ, കൂടെ നിന്ന കുറച്ച് പേർ അസോസിയേഷനിൽ ഉണ്ടായിരുന്നവർ പാലം വലിച്ചത് കാരണം ഇതിൽ പെട്ടുപോയി എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോഴും നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് ഇദ്ദേഹം വെക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ മൊട്ടയടിച്ച കോലം കണ്ടപ്പോൾ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ പുള്ളി ഇങ്ങോട്ട് പറയാണ്, പിന്നെ ഈ രൂപം കാണുമ്പോൾ നിങ്ങൾക്ക് ആൾമാറാട്ടം നടത്തി എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഞാൻ തിരുപ്പതിയിൽ പോയി പുതിയൊരു ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം പുതിയൊരു ഇതിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി തിരുപ്പതിയിൽ പോയി മുടിയെല്ലാം മൊട്ടയടിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത്. അതും ഉൾപ്പെടെ നമ്മൾ വിശ്വസിക്കുക. കാരണം ഇത്രയും തട്ടിക്കാനായിരുന്നെങ്കിൽ ആള് നാട് ഒഴിവായിരുന്നല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും നൗഫലിനെ പോലെയുള്ള കോർഡിനേറ്റർമാരെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ അനന്തു തട്ടിപ്പ് നടത്തിയതെന്നുള്ളതാണ് നൗഫലിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഓരോ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും അടക്കം ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ ഈ കോർഡിനേറ്റർമാർ മുഖേന അനന്തു കൈക്കലാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് കോടികൾ എത്രയാണെന്ന് മാത്രമായിരിക്കും ഇനി അറിയേണ്ടത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.